സജീഷെ എ ടു സെഡ് നമ്മൾ ഓരോ മനുഷ്യനെടുത്താലും അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രശസ്തി ഉണ്ടാവും. അവൻ്റെ ചെറിയ കുടുംബത്തിലോ അവൻ്റെ ചെറിയ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഉള്ളിലൊക്കെ അവൻ പ്രശസ്തനാണ്. അല്ലെങ്കിൽ അവൻ്റെ തൊഴിൽ മേഖലയിൽ അവൻ വ്യാപരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രശസ്തരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സമൂഹത്തിൽ ഇൻട്രാക്ട്. ആരെ പ്രശസ്തരല്ലത്? ഈ പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദകപ്പോളയാണ്. ഇതെപ്പോൾ വേണമെങ്കിൽ പൊട്ടും. ഞാൻ സ്വയം എനിക്ക് തന്ന പോർഷൻ ഇതിൻ്റെ ഒരു മടുപ്പ് മാറ്റാനായിട്ട് ഞാനത് ചേഞ്ച് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു കവിത നാടകമൊക്കെ ആക്കുന്ന പോലെ എനിക്ക് തന്ന പോർഷൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കോമഡിയൊക്കെ അവതരിപ്പിച്ചതാണ്. അതുവരെ വളരെ സീരിയസ് ഉള്ള കഥാപാത്രങ്ങളല്ലേ നമ്മൾ ചെയ്തിരുന്നത്. നമ്മുടെ അവതരണമല്ല സിനിമയിൽ വരുന്ന അവതരണം. ഒരിക്കലല്ല, അങ്ങനെ ഇത് പറയരുത്. സിനിമ മെക്കാനിക്കൽ ടൂൾസിൽ കൂടെ അവതരണം ഉണ്ടാക്കുക ചെയ്യുന്നു. നടൻ വെട്ടുകിളി പ്രകാശനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പ്രകാശം പരക്കട്ടെ. പരക്കട്ടെ, അത് വ്യാപിക്കട്ടെ എന്ന് ഉള്ള നിലയിൽ നിന്നാ നന്നായി. കൂടുതൽ പരക്കും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം. പക്ഷെ എനിക്കറിയാം. കാരണം കഴിഞ്ഞൊരു 38 വർഷമായിട്ട് ചേട്ടൻ ഞങ്ങളുടെ മുന്നിലുണ്ട്, സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ. ഞങ്ങളിങ്ങനെ പറയാറുണ്ട് സുഹൃത്തുക്കൾ, അതായത് ഒരു നടനെ, ഒരു പ്രശസ്തനായ ഒരു വ്യക്തി, ഒരു നടൻ, ആ നടനെ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ നമ്മൾ മൈൻഡ് ചെയ്തില്ല വിചാരിക്കും, അയാളാകെ തകർന്നു പോകും മെന്റലി. പല ആളുകളും അവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ. പക്ഷെ പ്രകാശ് ചേട്ടനെ സംബന്ധിച്ച് മൈൻഡ് ചെയ്യുന്നത് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് പലപ്പോഴും ഈ ഒരു നടനാണെങ്കിൽ വെള്ളിത്തിരയിൽ സ്ക്രീനിലൊക്കെ വന്ന് വളരെയധികം പ്രശസ്തിയൊക്കെ ആവുന്നു, അതേ സമയം തന്നെ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് ആരും ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന ഒരു ആളായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ശരിയാണോ? അത് അങ്ങനെ ഒരു ബോധപൂർവമാണോ? എനിക്കിത് അല്ല, നമുക്കത് കറക്റ്റ് ഒരു ഉത്തരവൊന്നും പറയാനില്ല. നമ്മൾ ബോധപൂർവം ഒന്നും നമ്മൾ ചെയ്യാറില്ല. സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങൾ നിൽക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു നടൻ എന്നുള്ളത് കൊണ്ട് ആളുകൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതൊന്നും നമ്മളുടെ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ, നമ്മുടെ സങ്കല്പങ്ങളെയൊന്നും അത് ബാധിക്കില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കലാപരമായിട്ടുള്ള പരിപാടികളിൽ നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്യാം, ചിലപ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടൊക്കെ ഉണ്ടാവാം. ഇത് ഓരോരുത്തരുടെയും മനോരാജ്യത്ത് അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഉള്ളൊരു ഒരു സംഗതിയല്ല. നമുക്കതൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ചെയ്യണതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും പറഞ്ഞാൽ അത് നമുക്കതിന് വാശിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തിരിച്ചറിയുക എന്നുള്ളത് ഒരിക്കലും ഈ സിനിമയിലത്തെ നടനിനിട്ട് ഞാൻ പറയുന്നത് വേറെ രംഗകലാരൂപങ്ങളിലെ നടനിയതല്ല. സിനിമയിലത്തെ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ ജനങ്ങൾ കാണുന്ന ഔട്ട്പുട്ടിൽ ജനം കാണുന്ന ഒരവസ്ഥയല്ല. അയാൾ വർക്ക് ചെയ്യുമ്പോഴുണ്ടാവുക, അയാളുടെ യഥാർത്ഥത്തിലുണ്ടാവുക. അപ്പോൾ ഒരു ഇല്യൂഷണറി ഇമേജിലൂടെയാണ് ഇത് കാണുന്നത്. നമ്മൾ കാണപ്പെടുക. അത് നോക്കണവരുടെ കുഴപ്പമില്ല. അത് അപ്പം നമുക്ക് പാകാവാത്തൊരു ഷർട്ട് നമ്മൾ ഇടുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത ഉണ്ടാവും, വേറൊരു ഇല്യൂഷണറി ഇമേജ് കൂടെ നമ്മളെ നോക്കി കാണുമ്പോൾ. പിന്നെ ചിലപ്പോഴൊക്കെ കുറച്ച് ഭ്രാന്ത് വരാറുണ്ട്. അപ്പം നമുക്ക് നമ്മൾ തന്നെ നഷ്ടപ്പെട്ടിട്ട് നടക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിലൂടെ ഇപ്പം ഇത് അവർ നോക്കണുണ്ടോ, അവർ ശ്രദ്ധിക്കണ്ടോ എന്നൊന്നും നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടൊന്നും നടക്കാൻ പറ്റില്ല. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഉണ്ടാവുന്ന എല്ലാവിധ വികാരവിചാരങ്ങളും നമുക്കുണ്ട്. നമ്മളെപ്പോഴും നടനാവണം. നമ്മളത് ചെയ്ത നേരത്ത് മാത്രമേ നമ്മൾ ആ ഒരു സെക്ടറിൽ വ്യാപരിക്കണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിറവി പോലുള്ള ഒരു സിനിമ, ഒരു അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയിലുള്ള നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. അതിനുശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിനുശേഷം പിന്നെ ഈ ഹാസ്യ മേഖലയിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുക? ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് എങ്ങനെയാണ്? അതൊരു സെറ്റിൽ ഇപ്പം പിറവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മലയാള നാടക ചരിത്രം പഠിക്കുമ്പോൾ ഈ MRB, പ്രേംജി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളും അവർ ചെയ്തിട്ടുള്ള പിന്നെ വർക്കുകളും കാലം രേഖപ്പെടുത്താതെ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ടുണ്ടോ ഇല്ലെന്നുള്ള പക്ഷം. പക്ഷെ അതവിടെ സംഭവിച്ചു പോയിട്ടുള്ളതാണ് അന്തരീക്ഷത്തിൽ. അപ്പോൾ അങ്ങനെ മഹാരഥന്മാർ നമ്മൾ പഠിച്ച് പരീക്ഷാ പേപ്പറിൽ പരീക്ഷ എഴുതിയ ആളുകൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ത്രില്ലഡാവും. ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള ക്യാമറമാൻ
സണ്ണി ജോസഫിൻ്റെ പോലെയുള്ള വലിയ ക്യാമറമാൻ, സണ്ണി ജോസഫിനെ ക്യാമറ വർക്ക് ഏൽപ്പിച്ചിട്ട് ഷാജി സാർ അത് ഡയറക്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഇവർ രണ്ടുപേരും എൻ്റെ അധ്യാപകന്മാരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ സാഹചര്യം ഒന്ന് വലുതായി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. സത്യം പറയാലോ, ആ സമയത്തൊക്കെ ദൂരദർശനിൽ നിന്ന് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിന് പോവാതെ ഈ കാഞ്ഞങ്ങാട് ഇതിൻ്റെ പുറകെ നമ്മൾ നിന്നു. കാരണം നമുക്കത് വലിയൊരു കാര്യമായിരുന്നു, നമ്മളൊരു വലിയൊരു ലക്ഷ്യമായിരുന്നു അത്. അപ്പോൾ അതിനെ നമ്മൾ സമീപിച്ചത് അതുപോലെയാണ്. അപ്പോൾ അതിൽ നമ്മൾ വേഷം ചെയ്യുന്നത് സീരിയസ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞാലേ, അതിൽ നമ്മൾ ഫുൾ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണം, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഉണ്ടായ പടങ്ങളൊക്കെ നമുക്ക് ഈ അവാർഡ് ടൈപ്പ് പടങ്ങളിലുള്ള പാർട്ടിസിപ്പേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സണ്ണി ചേട്ടൻ തന്നെ ക്യാമറ ചെയ്യുന്ന പിന്നെ ഈ ക്ഷണക്കത്തിൽ വന്ന അതിൽ കുട്ടികൾ പുതിയ കുട്ടികളായിരുന്നു, അവരുടെ കൂടിയായിരുന്നു ഞാൻ. അവരുടെ ടേക്കുകൾ നീണ്ടു പോയി. കുട്ടികൾക്ക് സിറ്റുവേഷനൊന്നും പിടികിട്ടാണ്ട് അവരുടെ ഒരു കുട്ടികളി മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മൊണോട്ടണി വന്നു തുടങ്ങിയപ്പോൾ ഞാൻ സ്വയം എനിക്ക് തന്ന പോർഷൻ ഇതിൻ്റെ ഒരു മടുപ്പ് മാറ്റാനായിട്ട് ഞാനത് ചേഞ്ച് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു കവിത നാടകമൊക്കെ ആക്കുന്ന പോലെ എനിക്ക് തന്ന പോർഷൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കോമഡിയൊക്കെ അവതരിപ്പിച്ചതാണ്. അതുവരെ വളരെ സീരിയസ് ഉള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. അത് ആ സീക്വൻസുകളും സീൻസും ഷോർട്ട്സും രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് ആ ഡയറക്ടർക്കൊക്കെ അന്ന് വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു മടുപ്പൊക്കെ വെട്ടിക്കുറച്ച് അതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് പിന്നീട് ധരിക്കുകയും അങ്ങനെയുള്ള വേഷങ്ങൾ മാത്രം നമ്മൾക്ക് ആരോപിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു നടൻ എന്നുള്ള ഒരു വിശ്വാസം അക്കാലത്ത് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും. അത് എൻ്റെ ഒരു വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ആ ഒരു സ്ട്രീമിൽ ഒഴുകിപ്പോയതാണ്. ഇത് രണ്ട് ചെയ്യുമ്പോഴും, സീരിയസ് ആയാലും ഇങ്ങനെ ചെയ്യാലും, നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും വളരെ സൂക്ഷ്മതയോടും ഗൗരവത്തോടും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങളോട് നീതി പുലർത്തിയിട്ട് ചെയ്യണം. അതിൻ്റെ എഫക്റ്റ് സീരിയസ് ആണോ, കോമഡി ആണോ, വില്ലൻ്റെ രീതിയിലുള്ള വയലൻസ് ആണോ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. നമ്മൾ കിട്ടുന്ന ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണല്ലേ. അതിൻ്റെ അവതരിപ്പിക്കാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണോ, നമ്മൾ അവതരിപ്പിക്കുന്നതല്ല സിനിമയിൽ വരിക. സതീഷിന് മനസ്സിലായ നമ്മൾ നാടകത്തിലോ സ്റ്റേജിലോ ചെയ്യണ പറ്റില്ല. നമ്മൾ അവതരിപ്പിക്കുന്നത് അവിടെ ആ ലൊക്കേഷനിൽ ക്യാമറയുടെ മുമ്പിൽ കഴിഞ്ഞു. ഇനി ഇത് പ്രോസസ്സ് ചെയ്ത്, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പം എഡിറ്റിംഗ് ടേബിളിൽ വന്നിട്ട് അവിടെ തീരുമാനിക്കപ്പെടും ഇത് ഏത് ഇമ്പാക്റ്റിൽ എഡിറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. അത് അവരുടെ തീരുമാനമാണ്. അതിന് കൊടുക്കുന്ന സിറ്റുവേഷനിൽ സപ്പോർട്ടുകൾ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് ഒക്കെ പോലെ, അതനുസരിച്ചിട്ട് മൊത്തം കഥയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും അല്ലെങ്കിൽ മുമ്പും പിമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു എഫക്റ്റ് തിയേറ്ററിൽ ഉണ്ടാവുന്നത്, അല്ലേ? നമ്മുടെ അവതരണം അല്ല സിനിമയിൽ വരുന്ന അവതരണം, ഒരിക്കലല്ല. അങ്ങനെ ഇത് പറയരുത്. സിനിമ മെക്കാനിക്കൽ ടൂൾസിൽ കൂടെ അവതരണം ഉണ്ടാക്കുക ചെയ്യുന്നത്. ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെറ്റില് ക്യാമറയിൽ അഭിനയിക്കുമ്പോൾ ഒട്ടും എന്താ പറയാ, അവിടെ ഒട്ടും ഫീൽ ചെയ്യാത്ത ചില ആക്ടിങ് സ്ക്രീനിൽ നമ്മുടേതല്ലാത്ത കുട്ടി തന്നെയാണ് പിന്നെ കാണാൻ നമ്മള്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് മാറിയെന്ന് വാച്ചിയിൽ മാത്രമേ നിവൃത്തിയുള്ളൂ അല്ലേ? അല്ല, അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ ടോട്ടൽ ക്രൂവിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഡയറക്ടറുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഡബിങ് തിയേറ്ററിലൊക്കെ അന്ന് ചെന്നിട്ട് ആ കളറിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യും, അവരുടെ ഷെയ്ഡിനെ ഒന്നുകൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പറ്റുക. അങ്ങനെയാണ് പറ്റുക. ഒരു അടിസ്ഥാനത്തിൽ നിന്നൊക്കെ പോവും. നമ്മൾ ക്യാരക്ടർ പറഞ്ഞ് നമ്മളത് കൺസീവ് ചെയ്യണ പോലെ ആയിരിക്കില്ല നമ്മൾ സ്ക്രീനിൽ ഡബിങ്ങിനോ എഡിറ്റിങ്ങിനോ ചെല്ലുമ്പോൾ കാണുമ്പോൾ. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ അവകാശമാണ്. അത് വ്യത്യാസമായിരിക്കും. നമ്മൾ അവതരിപ്പിച്ചത് അങ്ങനെ തന്നെ ഡോക്യുമെന്റ് ചെയ്തിട്ട് സിനിമയായിട്ട് വരില്ലല്ലോ. ഒരുപാട് പ്രോസസ്സിലൂടെ അത് എഡിറ്ററുടെ കലയാണ്, അത് സൗണ്ട് എഞ്ചിനീയറുടെ കലയാണ്, അതുപോലെ തന്നെ ഗ്രേഡിങ്ങിൻ്റെ ആൾക്കാരുടെ കലയാണ്. എന്തെല്ലാം കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ മാത്രമേ ആവുന്നുള്ളൂ ആക്ടർ സിനിമ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ. അപ്പോൾ സിനിമാഭിനയം മറ്റുള്ള അഭിനയ സമ്പ്രദായത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് ശക്തമായിട്ട് ഞാൻ പറയും.
ഇപ്പോൾ 64 വയസ്സായതുകൊണ്ട് എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പ്രകാശ് ചേട്ടന് 64 ഓ വയസ്സാണ്. അത് ഞാൻ ശക്തമായിട്ട് പറയും. ഇനിയിപ്പോൾ അത് ആരൊക്കെ ഭൂമിയിൽ എതിർത്താലും ഉം. അത് ഞാൻ കണ്ടെത്തി പിടിച്ചിട്ടുള്ളതാണ്. ഓ ഓ അപ്പം സ്വാഭാവികമായിട്ടും സജീഷിനൊരു ചോദ്യം ചോദിക്കാം, ഉം. എന്താണ് ഈ സിനിമയിലത്തെ അഭിനയം മറ്റുള്ളതിലത്തെ അഭിനയം തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ ചോദ്യം ഉണ്ട് ഓൾറെഡി ഇല്ലേ? വെച്ചിട്ടുണ്ട്. ആ ആ, അങ്ങനെ ഒരു ചോദ്യത്തിനൊരു സാധ്യത വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതായത് ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണല്ലോ ശരിക്കും തുടക്കം, നാടകാഭിനയം. പിന്നെ സിനിമയിലേക്ക് വന്നു. സിനിമയിലും പ്രകാശ് ചേട്ടൻ്റെ ഒരു കരിയർ ട്രാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ തുടക്കം മുതലേ ഒരു റിയലിസ്റ്റിക് ആക്ടിംഗ് ആണ് അവലംബിച്ചിട്ടുള്ളത്. ആ. അപ്പൊ എങ്ങനെയാണ് ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? നാടകം, സിനിമ, അഭിനയം വൈവിധ്യമാണല്ലോ. അഭിനയം വൈവിധ്യമാണ്, അപ്രോച്ച് വൈവിധ്യമാണ്, ഭയങ്കര വ്യത്യസ്തമാണ്. ഉം. വ്യത്യസ്തമാണ്. പിന്നെ റിയലിസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അവിടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കോമ്പിനേഷനിൽ വരുന്ന ആർട്ടിസ്റ്റ് അനുസരിച്ചോ കിട്ടുന്ന ലൊക്കേഷൻസ് അനുസരിച്ചോ ഒക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പം നമ്മൾ നിയതമായിട്ടുള്ളൊരു ശൈലി സംവിധായകൻ ഉറപ്പിച്ചു വെച്ചാൽ തന്നെയും അതൊക്കെ ഇങ്ങനെ മാറി പോകും. രംഗകലകളിൽ അത് നാടകം എന്ന് മാത്രം ഞാൻ പറയണില്ല, ഡാൻസ് ഫോംസ് ആയിക്കോട്ടെ, അനുഷ്ഠാന കലകളായിക്കോട്ടെ, രംഗകലകൾ മൊത്തം എടുക്കുമ്പോൾ അതിൽ ആക്ടർ വയ്ക്കുന്ന മാനദണ്ഡങ്ങളല്ല സിനിമയിൽ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. സിനിമ അതപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സജീഷിന് സിനിമയിലെ അഭിനയത്തിൻ്റെ വ്യത്യാസമല്ല മനസ്സിലായിട്ട്. മറ്റത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആക്ടിങ് ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആക്ടിങ് റേഡിയസിൽ അല്ലെങ്കിൽ ആ സ്പേസിൽ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും താളവും ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥാന്തരമാണ് ഈ ക്യാരക്ടർ പോർട്രേഷനാണ് അഭിനയം. രംഗകലകളിൽ നാടകത്തിലൊക്കെ നാടകം എന്നിട്ട് ഏത് രംഗകലയിടുന്നു പച്ചയായിട്ട് മനുഷ്യൻ മറ്റുള്ള ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അത് അനുഷ്ഠാന കലകളായാൽ പോലും. സിനിമയിൽ എങ്ങനെയാണെന്നറിയാം, സിനിമ ഒരു യാന്ത്രിക കലയാണെന്ന് അറിയാലോ. യന്ത്രങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ പിന്നെ അജീഷ് യോജിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഓഡിയൻസിനൊക്കെ യോജിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് തോന്നിയിട്ടുള്ളതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 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 ഈ ലെൻസിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് തരുന്ന നമുക്ക് തരുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, അവരുടെ സൂചനകൾ. ഈ നമുക്ക് കിട്ടപ്പെടുന്ന സൂചനകൾ ലെൻസിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ലെൻസുകളൊക്കെ ഉണ്ടാവും. ലെൻസിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ലെൻസിൻ്റെ കണ്ണിലൂടെ ഒരു ദൃശ്യത്തിൽ നിന്ന് മറ്റൊരു ദൃശ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതാണ് സിനിമയിലെ അഭിനയം. ഇപ്പം മനസ്സിലായി നമ്മുടെ പരിമിതി വല്ലതും കിട്ടിയ മനസ്സിലായില്ല എന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി, പ്രകാശനം പറഞ്ഞ മനസ്സിലായി. അതായത് നമ്മള് ആ ലെൻസിൽ ചിലപ്പോ നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ മുഖോ ഇതൊക്കെ ചിലപ്പോ ലൈറ്റ് ആയിട്ടൊക്കെ ചെയ്താൽ മതി. ലെൻസിന്റെ വീക്ഷണകോണിൽ കൂടെ അല്ലെ ലെൻസിന്റെ കണ്ണിലൂടെ, ജോൺ അബ്രഹാം ഉപയോഗിക്കണ വാക്കാണ്, ലെൻസിന്റെ കണ്ണിലൂടെ നമുക്ക് കിട്ടപ്പെടുന്ന ആ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ദൃശ്യത്തിൽ നിന്ന് മറ്റൊരു ദൃശ്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുക. നമ്മൾ നടന്നകലാതെ വരെ പറയാൻ പറ്റില്ല, നമ്മൾ അത്രയ്ക്കും റിസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ കടന്നു പോകുന്നതിന് ആണ് സിനിമയിലെ അഭിനയം. ഇപ്പൊ നമ്മുടെ ഇസബല്ല എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ക്യാരക്ടർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണല്ലോ. ശരിക്കും പിന്നീട് അത് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ അവരുടെ ക്ലാസ്സുകളിൽ വരെ അതിനെ പരാമർശിച്ച് സംസാരിക്കുക. അപ്പൊ അത് ആ ഒരു ക്യാരക്ടർ ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ സെറ്റിൽ വിവരിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അതിനെ ഒരു ഒബ്സർവേഷണൽ റെഫറൻസ്? വേറെ ഒരു സിനിമയുടെ സെറ്റിൽ വിട്ടിട്ട് വരാതെയായിട്ട് 2-3 ദിവസമായി. അപ്പോൾ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ തല്ലുകൂടി എന്ന് വെച്ചാൽ അവരൊക്കെ അസ്വസ്ഥരായി പിണങ്ങി പിരിഞ്ഞൊക്കെ പോവാൻ നിൽക്കണം. അതെന്തായാലും ഇപ്പോൾ ഒരു പോർഷൻ എടുക്കണം. അവൻ ചെല്ലുന്ന അവിടെ ചെന്നപ്പോഴാണ് മോഹൻ സാർ പറയുന്നത്, ഇത് ഞാനൊരു പുലർച്ചെ നേരത്താണ് എത്തുന്നത്. മോഹൻ സാർ പറഞ്ഞു, ഇത് CV നമ്മുടെ ഈ കുന്നംകുളത്തുള്ള ശ്രീരാമേട്ടുണ്ട്, മോഹൻലാലിൻ്റെ കൂടെയൊക്കെ അദ്ദേഹത്തിന് വെച്ച വേഷമാണ്. അപ്പം ഞാനന്ന് ഇങ്ങനെയല്ല, വളരെ മെലിഞ്ഞ് അങ്ങനത്തെ ഒരു പയ്യനല്ലോ ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് എന്ത് ചെയ്യാനാണെന്ന് വെച്ചാൽ, അത് കുഴപ്പമില്ല, നീ പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറ്, പെട്ടെന്ന് മേക്കപ്പ്മെൻ്റെ അടുത്ത് പോ, എന്നിട്ട് പെട്ടെന്ന് വണ്ടി കയറിയിട്ട് നമുക്ക് ലൊക്കേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ കയ്യോടെ പടപടാന്ന് നോക്കി അവിടെയുള്ള മേക്കപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തി പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോയി. ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് നമ്മുടെ കയ്യിൽ തന്നു. സ്ക്രിപ്റ്റ് മൊത്തം ഒന്നും തരില്ല. അങ്ങനെ ഒരു ഡിസ്കഷനൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ആരും തരില്ല. സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു
ഗുഹ്യതരമായ പ്രവർത്തനങ്ങൾ ധാരാളമുള്ള ഒരു മേഖലയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന ട്രാൻസ്പെറൻസി ഒന്നും അവിടെ ഇല്ല എൻ്റെ അനുഭവത്തിൽ. അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് നമുക്ക് ചെയ്യാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൻ്റെ ആ ക്യാരക്ടറുടെ അബ്നോർമാലിറ്റി ഒക്കെ പെട്ടെന്ന് നമുക്ക് അതൊക്കെ മനസ്സിലായി. അതൊന്നും പ്രശ്നമുണ്ടായില്ല. അപ്പോൾ ആള് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അയ്യപ്പ പാറമ്മലിൻ്റെ ഒരു കഥയാണത്. ആ കഥയുടെ 2 പേജ് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റിൻ്റെ കയ്യിൽ കൊടുത്തു. മുരളിച്ചേട്ടനായിരുന്നു അസോസിയേറ്റ് കവളപ്പാറയിൽ. വായിച്ചപ്പോഴത് വായിക്കുമ്പോഴേക്കും നമുക്ക് ഇമേജുകൾ ഇങ്ങനെ തലയിൽ കയറി വന്നു. പിന്നെ ഷോട്ട് എടുത്തു. അങ്ങനെ സംഭവിച്ചു. ചടപടാന്ന് ഷോട്ട് എടുത്തു. അപ്പോൾ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. വളരെ വ്യത്യസ്തമായ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു അവാർഡ് തേടിയെത്തി. ഓങ്കാറ എന്ന് പറഞ്ഞ അതെ, ഓങ്കാറ. എന്താണ് ആ സിനിമയുടെ ഒരു പ്രമേയം? അത് ഒരു രാജേഷ് തില്ലങ്കേരി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് KR ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ആണ് അത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം വളരെ ദീർഘകാലം ഒരുപാട് ആൾക്കാരുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പുള്ളിയായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കാറുള്ള സംഭവമാണ്. ക്യാമറ ചെയ്തത് വിനോദ് വിക്രം എന്ന് പറഞ്ഞൊരാൾ. പിന്നെ ഇത് മലയാളത്തിൽ ചെയ്ത മലയാള ഭാഷയിൽ ചെയ്ത ഭാഷയിൽ കേരളത്തിൽ നിന്നുള്ള പടമാണെങ്കിലും അത് മാർക്കോടി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്ത് ഇല്ലാത്ത വാമൊഴി മാത്രമുള്ള ഒരു റൂറൽ ആദിവാസി ഏരിയയിലത്തെ ഭാഷയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് ഉൾഭാഗത്ത് മംഗലാപുരത്തിൻ്റെ ബോർഡറിൽ വനത്തിൽ ജീവിക്കുന്ന ആദിമ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വളരെ കുറച്ച് ആളുകൾ നമ്പർ ഉള്ള അവരുടെ സമുദായത്തിൻ്റെ അവരുടെ വിശ്വാസങ്ങളുടെ, അവരുടെ അനുഷ്ഠാനങ്ങളുടെ, അവരുടെ ജീവിത രീതികളുടെ ഒക്കെ ഒരു നേർപകർപ്പാണ്. അപ്പോൾ തീർത്ഥം അതുപോലെ പിറവി അവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ട് വേറൊരു കാലഘട്ടം അവിടെ നിന്ന് തുടങ്ങി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പുതിയ ന്യൂജൻ സംവിധായകർക്കും പ്രകാശേട്ടൻ വളരെ പ്രിയപ്പെട്ട ആളാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രിയം ഉണ്ടാവും, എനിക്ക് നിങ്ങളെ ആവശ്യമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് അല്ല, എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തും പ്രകാശേട്ടൻ്റെ അഭിനയം ഒരു ലൈവ് അല്ലെങ്കിൽ നാച്ചുറൽ എന്ന് പറയുമല്ലോ, അന്നും നാച്ചുറലാണ്, അന്നും ഓവർ ആക്ടിങ് ഇല്ല. ഇപ്പോൾ ഹാസ്യം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ മെത്തേഡ് പ്രകാശേട്ടൻ്റെ ആക്ടിങ്ങിലുണ്ട്. എനിക്ക് അതാണെന്ന് തോന്നുന്നു. പുതിയ ആൾക്കാർക്ക് അതാണ് വേണ്ടത്. വലിയ ഭാവാഭിനയം അല്ലല്ലോ പുതിയ സിനിമകളിൽ നമ്മൾ കാണുന്നത്. അതെ, ഓരോ കാലത്ത് ഓരോ ട്രെൻഡുകളുണ്ടാവും. വിറ്റഴിക്കപ്പെട്ടു പോകുന്ന സാധനത്തിന് മാർക്കറ്റ് ഉണ്ടാവും. ആ മാർക്കറ്റ് കൂടുമ്പോൾ അതൊരു ട്രെൻഡായി എന്ന് നമ്മൾ പറയും. അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ സാധനങ്ങളെയൊക്കെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പ്രകാശേട്ടനെ ഇപ്പോൾ ക്ഷണക്കത്ത് പോലുള്ള സിനിമകളും അതുപോലെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകളിലെ ഹാസ്യവേഷങ്ങളും അതുപോലെ പിറവിയിലെ ഇസബല്ലയിലെ അതുപോലെ ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ സിനിമകളിൽ ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു കഥാപാത്രമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു അഭിനയ ശൈലി ഉണ്ട്. അത് നമുക്ക് വളരെയധികം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മാത്രമല്ല, അതിന് ചുറ്റും വർക്ക് ചെയ്യുന്ന അതിൻ്റെ ക്രൂ, പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ, ക്യാമറമാൻ, അങ്ങനെയുള്ള ആളുകളുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അവരും കൂടി കൂടിയിട്ടാണ് നമുക്കത് സാധ്യമാവുന്നത്. അല്ലെങ്കിൽ അവരിൽ കൂടി കൂടിയിട്ടാണ് നമുക്കത് നിർവഹിച്ചെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. എന്തായാലും വളരെ സന്തോഷം. കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പ്രകാശേട്ടന് കുറച്ച് നേരം വന്നിരുന്ന് ഇങ്ങനെ മുഖാമുഖം സംസാരിക്കണം. എന്താണ് യാഥാർത്ഥ്യം? കുട്ടനെല്ലൂരിന് എന്തെങ്കിലും ഒരു തൃപ്തിയോ ഗുണമോ കിട്ടിയെങ്കിൽ എനിക്കും സന്തോഷം. അല്ല, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്താ പറയാ, നമ്മൾ കാലങ്ങളായിട്ട് കാണാനും അതുപോലെ സംസാരിക്കാനും അടുത്തിരിക്കാനും ഒക്കെ ആഗ്രഹിച്ചാണ്. അപ്പൊ അതിന്ന് യാഥാർത്ഥ്യം. ഇത് താങ്കളുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ ചിലര് ഒരുപോലെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ നിർബന്ധം ഇതിലൊരു സംഭവമാണ്. അല്ല, തീർച്ചയായിട്ടും പെട്ടെന്നൊരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ഒരാളല്ല പ്രകാശേട്ടൻ, നമുക്കറിയാം. അതുകൊണ്ടല്ല ചിലപ്പോ അത് കേൾക്കുന്നവർക്ക് അരോചകത്വം ഉണ്ടാക്കിയേക്കാമെന്നുള്ള വലിയ പേടിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ കോൺവെർസേഷൻ നടത്തിയത് തന്നെ എങ്ങനെയാണ് കേൾവിക്കാരെ എടുക്കുന്നത് നമുക്കറിയില്ല. പിന്നെ കേൾവിക്കാരെ വിട്ടാൽ സജീഷിനോട് എനിക്ക് പറയാലോ. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്റർവ്യൂ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇതൊരു ആധികാരികതയായിട്ട്, ഒന്നിൻ്റെ ആധികാരികതയായിട്ട്
പറയാൻ ഞാൻ ആളല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കും വേണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്കൊന്നും പറയാൻ എന്തായാലും പ്രകാശം പറക്കട്ടെ പരക്കട്ടെ. ഈ ഉള്ള നിലയിൽ തന്നെ നിന്നോട്ടെ. താങ്ക് യു.